ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻസ് എന്ന് നമ്മൾ തുടങ്ങുമ്പോൾ ഫസ്റ്റ് പറയേണ്ട കമ്മിറ്റി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. സോ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ രാധാകൃഷ്ണ കമ്മീഷൻ. സോ നമുക്ക് ഈ ഒരു കമ്മിറ്റിയുടെ ഡീറ്റെയിൽസ് ഏതൊക്കെയാണ് നോക്കാം. പേര് പറയും പോലെ തന്നെ ഡോക്ടർ രാധാകൃഷ്ണൻ ആയിരുന്നു ചെയർമാൻ ആയിട്ടുണ്ടായിരുന്നത്. സോ ഡോക്ടർ രാധാകൃഷ്ണന്റെ ചെയർമാൻഷിപ്പിൽ വന്നിട്ടുള്ള കമ്മിറ്റി ആയിരുന്നു, കമ്മീഷൻ ആയിരുന്നു ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഡേറ്റ് നോക്കി വെച്ചോളാം, November 1948 ഈ ഒരു കമ്മിറ്റി ഈ ഒരു കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അന്നത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള അബുൾ കലാം ആസാദ്, അബ്ദുൽ കലാം അല്ല, തെറ്റിദ്ധരിക്കരുത്, അബുൾ കലാം ആസാദ് ആണ് കേട്ടോ, വേറെ ആളാണ്. അബ്ദുൽ കലാമും അബുൾ കലാമും രണ്ടാളാണ്, സോ മാറിപ്പോവരുത്. അന്നത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള അബുൾ കലാം ആസാദാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനോഗ്രേഷൻ ഡേറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് ഇനോഗ്രേറ്റ് ചെയ്ത വ്യക്തി ആരാണെന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഈ യൂണിവേഴ്സിറ്റീസിനൊക്കെ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, കമ്മീഷൻ്റെ ഒക്കെ കേസിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ പുതിയ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അബുൾ കലാം ആസാദിനോട് പഠിക്കാൻ പറയുന്നത്. സോ നമ്മുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ രാധാകൃഷ്ണ കമ്മീഷൻ November 1948 കൊണ്ടുവന്നിട്ടുള്ളത്. ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? അന്നത്തെ മിനിസ്റ്റർ, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള അബുൾ കലാം ആസാദ് ആയിരുന്നു. എന്തൊക്കെയാണ് ഈ കമ്മീഷന്റെ പ്രധാന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തായിരുന്നു ടു സ്റ്റഡി ദ പ്രോബ്ലംസ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് ടു സജസ്റ്റ് റിഫോംസ് ഇൻ ലൈൻ വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 47 ഈ ഒരു ആക്ട് വന്നിട്ടുള്ളത്. സോ ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ആ ഒരു എഫക്റ്റ് എന്ത് ചെയ്യണം, നമ്മുടെ എഡ്യൂക്കേഷൻ ഒരു വിങ്ങിലും കൊണ്ടുവരണം. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, അന്ന് നിലനിന്നിരുന്ന യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന് എന്തൊക്കെയായിരുന്നോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അതെല്ലാം സോൾവ് ചെയ്യുക. സോ പോയിന്റ് എത്രയുള്ളൂ, ഇവിടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഏരിയാസ് എന്തൊക്കെയായിരുന്നു, അത് ഏതൊക്കെ മേഖലയിലാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നത്? മെഡിസിൻ, എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ ടീച്ചർ ട്രെയിനിങ്, വുമൺ ആൻഡ് റിലീജിയസ് എഡ്യൂക്കേഷൻ. ഇത്രയും മേഖലകളായിരുന്നു ഇവരുടെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. മെഡിസിൻസ്, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിക്കൽ എഡ്യൂക്കേഷൻ, ടീച്ചർ ട്രെയിനിങ്, വുമൺ ആൻഡ് റിലീജിയസ് എഡ്യൂക്കേഷൻ. സോ ഒന്നും കൂടി നമുക്ക് സമ്മപ്പ് ചെയ്ത് പറയാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആയിരുന്നു, രാധാകൃഷ്ണ കമ്മീഷൻ എന്ന് പറയും. ഡോക്ടർ രാധാകൃഷ്ണൻ ആയിരുന്നു ചെയർമാൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. November 1948 കമ്മീഷൻ നിലവിൽ വന്നത്. അന്നത്തെ മിനിസ്റ്റർ ആയിട്ടുള്ള അബുൾ കലാം ആസാദാണ് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് കമ്മിറ്റിയുടെ മെയിൻ ഡ്യൂട്ടികൾ എന്ന് പറയുന്നത് ടു സ്റ്റഡി ദ പ്രോബ്ലംസ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിനുള്ള റിഫോംസ് സജസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം, ഈ കമ്മിറ്റിയുടെ പ്രധാന ലക്ഷ്യം. ആൻഡ് ഇവർ ഫോക്കസ് ചെയ്ത ഏരിയാസ് ഏതൊക്കെയായിരുന്നു? മെഡിസിൻ, എഞ്ചിനീയറിംഗ്, ടെക്നോളജിക്കൽ എഡ്യൂക്കേഷൻ, ടീച്ചർ ട്രെയിനിങ്, വുമൺ ആൻഡ് റിലീജിയസ് എഡ്യൂക്കേഷൻ ആയിരുന്നു കേട്ടോ. ദെൻ അടുത്ത കമ്മീഷൻ നമുക്ക് നോക്കാം, ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ. സോ തൊട്ടടുത്ത് വന്നിട്ടുള്ള കമ്മീഷനാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇയർ നോക്കാം നമുക്ക് 1964, 64 തുടങ്ങി 66 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ മറ്റൊരു പേരാണ് കൊത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. ആൻഡ് കൊത്താരി കമ്മീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. സോ അതിൻ്റെ മറ്റൊരു പേരാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. കൊത്താരി കമ്മീഷൻ എന്നറിയപ്പെടുന്നതാണ് ഇതൊരു എഡ്ഹോക് കമ്മീഷൻ ആയിരുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഗവൺമെൻറ് അഥവാ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു അഡ്ഹോക് കമ്മീഷൻ ആയിരുന്നു നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ടു എക്സാമിൻ ഓൾ ദ ആസ്പെക്ട് ഓഫ് എഡ്യൂക്കേഷണൽ സെക്ടർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കംപ്ലീറ്റ് എഡ്യൂക്കേഷണൽ സെക്ടറിൻ്റെ ഡെവലപ്മെൻ്റ് ആയിരുന്നു. മുമ്പ് നമ്മൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ ഓവറാൾ എഡ്യൂക്കേഷൻ ആണ് പറയുന്നത്. സോ നമുക്ക് എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, ഇവിടെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ്. സോ എന്നാണ് അതിൻ്റെ ഡേറ്റ് വന്നിട്ടുള്ളത്? 14th July 1964 ഡേറ്റ് നോക്കി വയ്ക്കുക കേട്ടോ. സോ 14th July 1964 എന്ത് ചെയ്തിട്ടുള്ളത്, ഈ കമ്മിറ്റി ഫോം ചെയ്തിട്ടുള്ളത്. ചെയർമാൻ ആരായിരുന്നു? കൊത്താരി ആയിരുന്നു. കൊത്താരിയുടെ ഫുൾ നെയിമാണ് പറഞ്ഞിട്ടുള്ളത്, ഡോൾ സിംഗ് കൊത്താരി എന്ന് പറയുന്നത്. സോ ചെയർമാൻഷിപ്പിലാണ് കമ്മിറ്റി വന്നിട്ടുള്ളത്. ഇവർ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിൻ്റെ പേരാണ് എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ്. കൊത്താരി കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ പേരെന്താണ്? ചോദ്യം വരാം. എന്താണ്? എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ്. സോ ഇവരുടെ റെക്കമെൻഡേഷൻസ് നോക്കാം. മെയിൻ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അപ് ടു ദ ഏജ് ഓഫ് 14. 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും
ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, ഫ്രീ മാത്രമല്ല ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹയർ എഡ്യൂക്കേഷനിലാണെങ്കിലും അക്കാഡമിക് വർക്ക് എല്ലാ കാര്യങ്ങൾക്കും എന്തായിരുന്നു, ഇംഗ്ലീഷ് ലാംഗ്വേജിന് പ്രിഫറൻസ് കൊടുത്തു. ആൻഡ് ഹിന്ദി, ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി കൂടി കൺസിഡർ ചെയ്യുന്നത്. സോ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിക്ക് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുത്ത കമ്മിറ്റി ആയിരുന്നു കൊത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. ഇവർ അടുത്ത ഫോക്കസ് ഏരിയാസ് വരുന്നത് ടീച്ചർ എഡ്യൂക്കേഷൻ ആയിരുന്നു കേട്ടോ. സോ കൊത്താരി കമ്മീഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റ് ആണ് ടീച്ചർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഏറ്റവും കൂടുതൽ ടീച്ചർ എഡ്യൂക്കേഷന് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്ത കമ്മീഷൻ അഥവാ കമ്മിറ്റി എന്ന് പറയുന്നത് കൊത്താരി കമ്മിറ്റി ആയിരുന്നു. അടുത്തൊരു പോയിന്റ് പറയുകയാണെങ്കിൽ ഫ്രീ സപ്ലൈ ഓഫ് ബുക്സ് ആൻഡ് റൈറ്റിംഗ്സ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രൈമറി സ്റ്റേജിലും അതുപോലെ തന്നെ ആ ഒരു കാറ്റഗറി വരുന്ന കുട്ടികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും കോളേജ് ലെവലല്ല ഉദ്ദേശിക്കുന്നത്, പ്രൈമറി സെക്ടറിൽ, അതായത് 10ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ട് ഫുഡ് എന്നാ പറയുന്നത് ഫ്രീ ആയിട്ട് പുസ്തകങ്ങളും മറ്റാവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത് ആരാണ്? കൊത്താരി കമ്മിറ്റി ആയിരുന്നു. സോ നമുക്ക് കൊത്താരി കമ്മിറ്റി ഒന്നും കൂടി സമപ്പ് ചെയ്ത് പറയാം. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ കൊത്താരി കമ്മീഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വന്നിട്ടുള്ള എഡ്ഹോക് കമ്മീഷനിൽ വരുന്നതാണ്. 1964 ജൂലൈ 14 ഫോം ചെയ്തിട്ടുള്ള ഡൗലത് സിംഗ് കൊത്താരിയുടെ നേതൃത്വത്തിലായിരുന്നു കമ്മിറ്റി വന്നിട്ടുള്ളത്. എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ് എന്നാണ് ഇവരുടെ റിപ്പോർട്ടിൻ്റെ പേര്. ഇവരുടെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയായിരുന്നു? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അപ് ടു ഏജ് ഓഫ് 14, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ഓൾസോ ഹിന്ദി ടു ഗിവൺ ഇമ്പോർട്ടൻസ്, ആൻഡ് ടീച്ചർ എഡ്യൂക്കേഷൻ, വളരെ ഇമ്പോർട്ടൻസ് ടീച്ചർ എഡ്യൂക്കേഷന് കൊടുക്കണം, ആൻഡ് ഫ്രീ സപ്ലൈ ഓഫ് ബുക്സ് ആൻഡ് റൈറ്റിംഗ്സ്. ഇത്രയും കാര്യമാണ് കൊത്താരി കമ്മിറ്റിയുടെ സജഷൻസ് അഥവാ റെക്കമെൻഡേഷൻസ്. ഇനി നമുക്ക് അടുത്ത കമ്മീഷൻ നോക്കാം, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. സോ NEP, നമ്മൾ NP എന്നൊക്കെ പറയും, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. ഇതാണ് ഇപ്പം നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നൊക്കെ പറയുന്നത്. NEP എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. ഇയർ നോക്കിക്കോളുക 1986 കേട്ടോ. സോ 1986 ഈ ഒരു നമ്മുടെ പോളിസി കൊണ്ടുവന്നിട്ടുള്ള നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. ഇവരുടെ എംഫസിസ് എന്തായിരുന്നു? എഡ്യൂക്കേഷൻ ഫോർ ഓൾ, എല്ലാവർക്കും എഡ്യൂക്കേഷൻ എത്തണമെന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു ലക്ഷ്യമായിട്ട് വന്നത്. അതായത് ഡിസ്പാരിറ്റീസ് ഒഴിവാക്കുക, എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഈക്വൽ ആക്സസ് ഉണ്ടായിരിക്കണം. പൈസ ഉള്ള ആൾക്കാർക്ക് മാത്രമുള്ളൊരു പ്രൊവിഷനായിട്ട് മാറരുത് വിദ്യാഭ്യാസം, എല്ലാവർക്കും അതിന് ഈക്വൽ ആക്സസ് വേണം എന്നുള്ളതാണ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ്റെ മെയിൻ എയിമായിട്ട് പറയുന്നത്. സോ ജസ്റ്റ് 2 ക്വസ്റ്റ്യൻസും കൂടി ഞാൻ ഈ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആൻസർ ഞാൻ ഈ സ്ലൈഡിൽ പറയുന്നുണ്ടാവില്ല, നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. സോ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ടാവും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ വിച്ച് ഇയർ ദ മോഡേൺ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഗോട്ട് എസ്റ്റാബ്ലിഷ്ഡ്? 1957, 1857, 1947, 1964. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is termed the Magna Carta of English Education in India? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ, എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഈ 2 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ എവിടെ വരെ ആയതിൽ നിങ്ങൾക്കും ഒരു സെൽഫ് അവയർനെസ് കിട്ടാൻ നല്ലതാണ്. ആൻഡ് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും പേപ്പർ 1ൻ്റെ ഏതെങ്കിലും നല്ല ഏത് പോർഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമൻറ്റിൽ അറിയിക്കാം. ആൻഡ് അത് ഇൻക്ലൂഡ് ചെയ്ത് അല്ലെങ്കിൽ ആ ഡൗട്ടുകൾ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് നമ്മൾ വരും ടൈമിൽ ചെയ്യുന്നുണ്ടാവും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ